ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് നിങ്ങളോടുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. തേർഡ് പാർട്ടിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ്. തേർഡ് പാർട്ടിക്ക് നിങ്ങളോടുള്ള ഫീലിംഗ് ഓക്കെ. ഓക്കെ, തേർഡ് പാർട്ടിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതായത് ഒരു തരം ഈ സാഡിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, മറ്റുള്ളവരുടെ വിഷമം കണ്ട് ചിരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറി, അങ്ങനെയുള്ള ആളുകൾ വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതയുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മെന്റലി കണക്റ്റഡ് ആയിട്ടുള്ള, നിങ്ങളൊരു സമയത്ത് നല്ല രീതിയിൽ സ്നേഹിച്ചിരുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, വ്യക്തിനെ ആയിരിക്കാം. അപ്പൊ അതൊന്നും നിങ്ങൾക്ക് കിട്ടരുത്. അത് നിങ്ങൾ ഇപ്പോൾ സ്നേഹത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും, ഇപ്പൊ അർഹതപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ സമയമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ സാമീപ്യമായിരിക്കാം, അല്ലെങ്കിൽ പൈസ സംബന്ധമായിട്ടുള്ള ക്യാഷ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെയുള്ള എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈനീട്ടി നിങ്ങൾ ഇരിക്കണം. മനസ്സിലായോ? കൈനീട്ടിയിരിക്കണം നിങ്ങൾ. അതായത് നിങ്ങളുടെ ആളുടെ കയ്യിൽ നിന്ന് അവര് നല്ല രീതിയിൽ എന്താ പറയാ, സമയം, പണം, സ്നേഹം, സാമീപ്യം, എല്ലാ കാര്യങ്ങളും ഊറ്റിയെടുക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വിജയിച്ചു, നിങ്ങൾ തോറ്റു, ഞാൻ എല്ലാ കാര്യത്തിലും വിജയിക്കണം, നിങ്ങൾ തോൽക്കണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു മൈൻഡുള്ള ഒരാളാണ്. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുള്ള ഒരു ആള്. ഒരുപാട് എന്താ പറയാ, ഈ ബ്ലാക്ക് മാജിക് ഒക്കെ കൂടുതൽ അറിയാവുന്ന, ബ്ലാക്ക് മാജിക് വഴി ആളെ പിടിച്ചു വെക്കുന്ന ഒരു എനർജി ഉള്ള ഒരു തേർഡ് പാർട്ടിയാണിത്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങളൊരു ഒരു നല്ല ഒരു സാമ്പത്തികമായിട്ട് നിങ്ങൾ സന്തോഷമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങള് മനസ്സുകൊണ്ടും എന്താ പറയാ, മനസ്സുകൊണ്ട് മാത്രമല്ല, ഈ പറയുന്ന പോലെ ഫിനാൻഷ്യലി എല്ലാ രീതിയിലും എന്താ ഈ ഉറവ വറ്റുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ നിങ്ങൾ എല്ലാ രീതിയിലും ഇങ്ങനെ ഇല്ലാണ്ടാക്കുക, വറ്റിക്കുക. അതായത് ഒരാളെ ഡിപ്രഷനിലോട്ട് കൊണ്ടുപോയി വെക്കുക, അല്ലെങ്കിൽ ഒരാളെ വിഷാദ രോഗത്തിലോട്ടാക്കുക, ഒരാളെ നെഗറ്റീവ് ചിന്താഗതിയിലോട്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള. അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണേയും കൂടാതെ പുറത്തു നിന്ന്, അല്ലെങ്കിൽ പുറത്തു നിന്നെന്ന് പറയുമ്പോൾ ഇപ്പൊ അകത്തുള്ള ആളുകളും ആയിരിക്കാം. ഇപ്പൊ എന്താ പറയാ, പാരൻസോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും റിലേറ്റീവ്സോ, അല്ലെങ്കിൽ ലവർ റിലേഷനിൽ വന്നവരോ, ഏതെങ്കിലും അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കാം. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കൂടാതെ വേറൊരു എനർജി എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള എനർജി ആയിരിക്കുമല്ലോ. അപ്പൊ ഈ പുറത്തു നിന്ന് വന്നിട്ട് ഈ ആകെ കൂടി ഇങ്ങനെ എന്താ പറയാ, എല്ലാം കൂടി കലക്കി നശിപ്പിക്കുക എന്നൊക്കെ പറയില്ല, ആ ഒരു കാര്യങ്ങൾ, ആ ഒരു പരിപാടികൾ എല്ലാം ചെയ്ത് ഉള്ള ഒരു എനർജിയാണിത്. കാരണം നിങ്ങളോട് നല്ല രീതിക്ക് ദേഷ്യം, നിങ്ങളോട് നല്ല രീതിക്ക്
എന്താ പറയാ, നിങ്ങൾക്ക് അർഹതപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ സ്വന്തമാക്കി എന്നുള്ളൊരു ചെറിയ രീതിയിലുള്ള ഒരു അഹങ്കാരമൊക്കെ ചിന്തിക്കുന്ന ഒരു ആള്. ഓക്കെ, ഇത് പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരത്തി അല്ലെങ്കിൽ ആ മനുഷ്യൻ കൂടുതൽ സമയം സെലിബ്രേഷൻ, ഈ ഉത്സവവേളകൾ ആനന്ദകരമാക്കുക എന്നൊക്കെ പറയണ പോലെ ആ രീതിയിൽ ഫുൾ ഇങ്ങനെ നടന്ന് ഞാൻ എൻ്റെ ജീവിതം സന്തോഷബഹുലമാക്കുകയാണ്, എനിക്ക് എൻ്റെ ജീവിതം നല്ല രീതിയിലൊക്കെ ആക്കണം, ഈസിലി അവൈലബിൾ ആക്കണം, മറ്റുള്ളവര്, അതായത് പണിയെടുക്കാതെ മറ്റുള്ളവരെ കൊണ്ട് ജീവിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു അതിന് എനിക്ക് പറ്റിയ ആളുകളെ ഇവിടെ ഞാൻ സ്റ്റേബിൾ ആക്കി വെച്ചേക്കണം എന്നൊക്കെ ഉള്ള ഒരു മനസ്സുള്ള ഒരു തേർഡ് പാർട്ടിയാണ്. അതായത് എല്ലാം ഈസി ആയിട്ട് കിട്ടണം, പണിയെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്പൊ ഫിനാൻസ് പരമാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏത് രീതിയിലൊക്കെ ആണെങ്കിലും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ആളായിട്ട് കൂടെ ഉണ്ടാവണമെന്നുള്ള നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ ഇന്ന് ആരെയാണോ അടിച്ചു മാറ്റി വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഇത് ഫുള്ളായിട്ട് അവരുടെ തന്നെ ആയിരിക്കണം എന്ന് ചിന്താഗതിയുള്ള ആളാണ്. മനസ്സിലായോ? കാരണം നിങ്ങളിപ്പോ ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ജീവിതം ജീവിക്കാനുള്ള ഒരു തത്രപ്പാടിലായിരിക്കാം, അല്ലെങ്കിൽ മെന്റലി ബാലൻസ് വരുത്താനായിട്ടുള്ള ഒരു തത്രപ്പാടിലായിരിക്കാം, അല്ലെങ്കിൽ വിഷമത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കാം. അതൊക്കെ കണ്ടുള്ള ഒരു എന്താ പറയാ, അതൊക്കെ കണ്ടിട്ടുള്ള ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യം ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആൾക്കുണ്ട്. കാരണം പുറമേ ആളുകളുടെ അടുത്ത് വളരെയധികം ഒരു നല്ല രീതിക്ക് സംസാരിക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ ഒരു നല്ല രീതിക്ക് കെയറിങ്, നല്ല രീതിക്ക് സംരക്ഷണം കൊടുക്കുന്ന, അല്ലെങ്കിൽ നല്ല രീതിക്ക് എന്താ പറയാ എല്ലാ രീതിയിലും ഒരു ആളുകളെ കെയർ ചെയ്ത് ഒരു ലീഡർഷിപ്പ് ഒക്കെ ആയിട്ട് വെക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. പക്ഷെ അത് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നേരെ തിരിച്ചാണ്. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കാര്യസാധ്യത്തിന് എന്തെങ്കിലും സംസാരിക്കാനോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്കോ ചാൻസ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ സ്നേഹം നടിച്ച് പല കാര്യങ്ങളും ചൂഴ്ന്നെടുക്കാനോ സ്നേഹം നടിച്ച് പല കാര്യങ്ങളും പുതിയ എന്തെങ്കിലും ഇപ്പൊ മിണ്ടാതിരിക്കുന്നവരാണെങ്കിൽ പുതിയ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് പല കാര്യങ്ങളും നിങ്ങളെ ഇൻവോൾവ് ആക്കി ചതിക്കാനായിട്ടുള്ള ഒരു കാര്യം വീണ്ടും ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. യെസ്, ഞാൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് വരുന്നത്. ഇതെന്താ പറയുക, ഓക്കെ, ഭയങ്കര ഒരു ഹെവി എനർജിയാണ് കേട്ടോ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ഭയങ്കര ഒരു ഹെവി എനർജി ഉള്ള ഒരു തേർഡ് പാർട്ടിയാണ് കാണിക്കുന്നത്. ഈ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴേ നല്ല രീതിക്ക് നിങ്ങള് എന്താ പറയാ, നല്ല രീതിക്ക് അവരുടെ അടുത്ത് നിന്നാലും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ നല്ല രീതിക്ക് മറ്റുള്ള ആളുകളുടെ അടുത്ത് പെരുമാറിയാലും എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളെപ്പറ്റി മോശം പറഞ്ഞ് പ്രചരിപ്പിക്കുക, നിങ്ങളെപ്പറ്റി മോശം കാര്യങ്ങളൊക്കെ സംസാരിക്കുക, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആബ്സെൻസിൽ പല രീതിയിലും പല വിധത്തിലും നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ വരെ പല പ്രവർത്തികൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്, ഇനിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമുണ്ട്. കാരണം അവരുടെ അടുത്തുനിന്ന് എന്താ പറയാ, എത്രത്തോളം ഒരാൾ വിഷമിക്കാൻ പറ്റുമോ, എത്രത്തോളം ഒരാൾ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പറ്റുമോ, അത്രത്തോളം ആ വ്യക്തിയുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഓൾറെഡി അനുഭവിച്ചിട്ടുണ്ടാകാം. അവരങ്ങനെയാണ്. അവര് എന്തെങ്കിലും ഒരു സംസാരിക്കാനോ എന്തെങ്കിലും ഒരു പരിപാടിക്കോ വരുവാണെന്നുണ്ടെങ്കിൽ അതിനൊരു തടസ്സം വെച്ചേക്കുക. കാരണം അവരോട് സംസാരിക്കാനോ വഴക്കിടാനോ പ്രശ്നങ്ങൾക്കോ ഒന്നിനും മുതിരാതിരിക്കുക. കാരണം ഇതെന്ന് പറയുന്നത് ഹൈ ആയിട്ടൊരു ബ്ലാക്ക് മാജിക് എനർജിയാണ്. എന്തും ഏതിനും, അതായത് ഈ നമ്മൾക്ക് ചില ആളുകളില്ലേ, അവർക്കെതിരായിട്ട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പല രീതിയിൽ അവരുടെ ദേഷ്യം തീരുന്നത് വരെ അവര് പല കാര്യങ്ങളും പ്രവർത്തിക്കും. അല്ലെന്നുണ്ടെങ്കിൽ പല രീതിയിലും പല വിധത്തിലും ഒരു മനുഷ്യനെ എത്രത്തോളം നശിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നശിപ്പിക്കും. അങ്ങനെയുള്ള അത് ചെയ്യാനുള്ള ആളുകളും ഇവരുടെ കൂടെ ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരുടെ കൂടെ ഉണ്ട്. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു തേർഡ് പാർട്ടിയാണ്. ഒരുപാട് നിഗൂഢതകളും ഒരുപാട് രഹസ്യങ്ങളും
ഒരുപാട് രഹസ്യകരമായിട്ടുള്ള ആളുകളെയും കൂട്ടുപിടിച്ചു വെച്ചിരിക്കുന്ന, സ്വന്തം കാര്യത്തിന് ഇതാക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളാണ്. നിങ്ങളെ ചതിക്കുക, വഞ്ചിക്കുക, പറ്റിക്കുക, നിങ്ങളെ നല്ല രീതിക്ക് ജീവിക്കാതെ അനുവദിക്കുക, എന്താ പറയാ, അനുവദിക്കാതിരിക്കുക, നിങ്ങളുടെ അടുത്തുനിന്ന് നിങ്ങൾക്കിപ്പോ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വരാനാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തടസ്സപ്പെടുത്തുക. മനസ്സിലായോ? നിങ്ങളിപ്പോ നല്ല രീതിയിലുള്ള സന്തോഷം സമാധാനത്തോടുകൂടി ജീവിക്കാനായിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു തടസ്സം വരുത്തുക, അതിൽ ആഹ്ലാദം വരുത്തുക. ഇതൊക്കെയാണ് നിങ്ങളോടുള്ള തേർഡ് പാർട്ടിക്കുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ ഫീലിങ്സ്. ഇവര് പുതിയതായിട്ട് ഇപ്പൊ ഇവരെല്ലാവരുടെ അടുത്തും സത്യം ചെയ്ത് ഇപ്പൊ നിങ്ങൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തിയോട് സംസാരിക്കാനോ എന്തെങ്കിലും ഒരു പരിപാടിക്ക് നിന്നിട്ടുണ്ടെങ്കിലും അത് അവരുടെ സ്വഭാവം ഒരിക്കലും മാറില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യങ്ങളൊന്നും ഒരിക്കലും മാറില്ല. ഇത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ ജോലി, പ്രൊഫഷൻ കാര്യങ്ങളെല്ലാം തേർഡ് പാർട്ടി ആയിട്ട് വരും ചില സമയങ്ങളിൽ. പക്ഷെ ഇത് ഞാനൊരു വ്യക്തിനെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. പക്ഷെ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുമായിട്ടൊരു നിങ്ങളുടെ നല്ല കാര്യങ്ങൾ ഈ വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായോ? അങ്ങനെയുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങൾ ഇപ്പൊ ഒരു ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനെ കൺട്രോൾ ചെയ്യുന്നത്, നിങ്ങളുടെ ജീവിതത്തിനെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടത്, നിങ്ങൾ എവിടെയാണ് എത്തേണ്ടത് എന്നൊക്കെ അവര് തീരുമാനിക്കുക എന്നുള്ള ഒരു മൈൻഡാണ്. അത് ആരുമല്ല. നമ്മളെങ്ങനെ ജീവിക്കണം, നമ്മളെങ്ങനെ ഇതാക്കണം എന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത്. ഇല്ല, നമ്മളെ ജനിപ്പിച്ചു വിട്ട ദൈവം തമ്പുരാനാണ് അതൊക്കെ തീരുമാനിക്കുന്നത്, അല്ലാതെ തേർഡ് പാർട്ടിയും ഫോർത്ത് പാർട്ടിയും ഒന്നുമല്ല. പക്ഷെ ഇവരുടെ വിചാരം അങ്ങനെയാണ്. മനസ്സിലായോ? കാരണം ഇവർക്കില്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാം. അല്ലെങ്കിൽ സൗന്ദര്യമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം, പ്രൊഫഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഒരു തരം അസൂയയാണ്. ഇതിങ്ങനത്തെ ഒരു റീഡിങ് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് റീഡിങ് എടുക്കുമ്പോൾ അതിന്റെ എൻഡിങ് എന്ന് പറയുന്നത് ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവണമെന്ന് നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഇതിപ്പം നമ്മളോട് ഒരുപാട് പേര് പറഞ്ഞ് സജഷൻ വെച്ചത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു റീഡിങ് എടുത്തത്. ഓക്കെ, നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഒരു നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിലോട്ട് നടത്താനും പല വിധത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ എനർജി ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദുർഗാദേവി ആയിരിക്കാം, അല്ലെങ്കിൽ ദേവി രൂപത്തിലുള്ള സ്ത്രീ ദൈവങ്ങളെ ആയിരിക്കാം, മദർ മേരി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഭദ്രകാളി ദേവി ആയിരിക്കാം, ആരും ആയിക്കൊള്ളട്ടെ. അപ്പൊ നിങ്ങൾക്ക് അവരുടെ അടുത്തുനിന്ന് ഒരു ഹൈ ആയിട്ടുള്ള എനർജി പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങളെ പല രീതിയിലും പല വിധത്തിലും സംരക്ഷിക്കുന്ന ഒരു എനർജി തന്നെയാണ് കാണുന്നത്. അപ്പൊ അത് വീണ്ടും ആ ഒരു പോസിറ്റീവിലോട്ട് വീണ്ടും വരിക. ഓക്കെ, അപ്പൊ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഇത് റെസണേറ്റ് ആവണമെന്നില്ല. കാരണം ഇത് എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. ഓക്കെ, എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.